പുതിയ സംസ്ഥാന അധ്യക്ഷന് പിന്നാലെ പുതിയ സംസ്ഥാന ഭാരവാഹികളെയും പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് ബി.ജെ.പി. സംസ്ഥാന സമിതിയും സംസ്ഥാന കൗൺസിലും പുനഃസംഘടിപ്പിക്കും. യുവമോർച്ച അടക്കമുള്ള വിവിധ മോർച്ചകൾക്കും പുതിയ ഭാരവാഹികളെത്തും. കോർ കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടെയായിരിക്കും പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക. മുതിർന്ന ബി.ജെ.പി. നേതാക്കളുമായും പൗരപ്രമുഖരുമായും വരും ദിവസങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ചകളും നടത്താനിരിക്കുകയാണ്. പ്രജിത് മോഹനൻ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, വിശദാംശങ്ങൾ. സംസ്ഥാന അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി പൂർണ്ണമായും സംഘടനയിലെ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുൻപിലുള്ള പ്രധാന കടമ്പ എന്നുള്ളത്. സംസ്ഥാന സമിതി പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാന കൗൺസിലും സമാനമായ രീതിയിൽ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമായിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ കോർ കമ്മിറ്റികൾ തുടർച്ചയായി ചേർന്ന് അതിനുള്ള ചർച്ചകളിലേക്ക് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കടക്കും. ഈ കോർ കമ്മിറ്റികൾ ചേർന്ന് അതിൽ നിന്ന് ഒപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സംസ്ഥാന സമിതിയിലും സംസ്ഥാന കൗൺസിലും ആളുകളെ നിശ്ചയിക്കുക. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ യുവമോർച്ച അടക്കമുള്ള മോർച്ചകൾക്ക് ഈ പറയുന്ന രീതിയിൽ പുതിയ അധ്യക്ഷന്മാരെയും ഭാരവാഹികളെയും ഒക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ അധ്യക്ഷനായി മാറിയതോടുകൂടി യുവമോർച്ചയ്ക്ക് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതും ഉടൻ നിയമനം നടത്തേണ്ട ആളെ എത്തിക്കേണ്ട പോസ്റ്റാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ പറയുന്ന മോർച്ചകളുടെയും തലപ്പത്തേക്ക് പുതിയ ഭാരവാഹികൾ എത്തും. ഇതിലെല്ലാം ദേശീയ നേതൃത്വത്തിൻ്റെ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ അനുവാദത്തോടു കൂടിയായിരിക്കും ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിക്കുക. ഒപ്പം തന്നെയാണ് ഈ മറ്റ് ജില്ലാ അധ്യക്ഷന്മാരെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജില്ലാ ഭാരവാഹികളായിട്ടുള്ള നേതാക്കളുടെ പ്രഖ്യാപനമൊക്കെ നടക്കാതിരിക്കുന്നു. അങ്ങനെ സുദീർഘമായിട്ടുള്ള ഒരു സംഘടനാ ഭാരവാഹികളുടെ പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് ഈ ഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകൾ എന്നുള്ളതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം എത്തുന്ന സാഹചര്യമുണ്ട്. ഉടൻ തന്നെ ഇത്തരത്തിൽ ഭാരവാഹികളെയൊക്കെ പ്രഖ്യാപിച്ച് സംഘടനയെ കൂടുതൽ സജീവമാക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാകും ഈ പറയുന്ന പുനഃസംഘടനാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുക. എന്തായാലും വരും ദിവസങ്ങളിൽ മുതിർന്ന ബി.ജെ.പി. നേതാക്കളുമായും പൗരപ്രമുഖരുമായിട്ടൊക്കെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ട് പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ബി.ജെ.പിയിലേക്ക് മുതിർന്ന റിട്ടയർഡായിട്ടുള്ള IAS IPS ഉദ്യോഗസ്ഥരൊക്കെ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒപ്പം ടെക്നോക്രാറ്റുകൾ കൂടുതലായി എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ സമൂഹത്തിൽ കഴിവ് തെളിയിച്ച കാഴ്ചപ്പാടുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ബി.ജെ.പിക്കൊപ്പം അണിചേരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ കൂടുതൽ അങ്ങനെയുള്ള ആൾക്കാരെ ബി.ജെ.പിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ വരും ദിവസങ്ങളിൽ പുരോഗമിക്കും. എന്തായാലും ഏറ്റവും പ്രധാനം ഈ പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക, ബി.ജെ.പിക്ക് സംസ്ഥാനത്ത് പുതിയ മുഖങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഭാരവാഹിത്വത്തിലേക്ക് വരിക എന്നുള്ളതിലൊക്കെ സുദീർഘമായ ചർച്ചകൾ കൊടുവിൽ മാത്രമായിരിക്കും അത്തരമൊരു തീരുമാനങ്ങൾ ഉണ്ടാകുക. എന്തായാലും പുതിയ സംസ്ഥാന അധ്യക്ഷനായതുകൊണ്ട് തന്നെ കൂടുതൽ പുതിയ മുഖങ്ങൾക്കും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വ പദവികളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അനു. ശരി പ്രജിത്ത്.